ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുർത്തിയിലേക്ക് സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് തന്നെ സ്ലീവ് ഇതുപോലെ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റർ പോർഷൻ നമ്മുടെ കുർത്തിയുടെ ഷോൾഡറിൻ്റെ ഹാഫില്ലേ അവിടെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ അതാണ് ആ ഒരു മാർക്കിംഗ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മിഡിൽ ഭാഗത്ത് വെച്ച ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ആ കട്ടിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ സെൻറ്റർ ഭാഗം അറിയാൻ പറ്റും. പിന്നെ ഞാനിവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഗ്യാപ്പ് കൊടുക്കുന്നത് ആ ഒരു ഗ്യാപ്പ് ആ ഒരു അറ്റം വരെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ കൈക്കുഴിയും ആ ഒരു സ്ലീവിൻ്റെ ആം ഹോളും കറക്റ്റായിട്ട് തന്നെ വരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് വലിക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അളവെല്ലാം ശരിയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ തുണി ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് തന്നെ ബാക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചുളിവുകളൊന്നും വീഴാതെ തന്നെ രണ്ട് ക്ലോത്തും ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അധികം വലിച്ചൊന്നും പിടിക്കാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി തുണി ഒന്നും കൂടി ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് മെഷീനിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഒന്ന് തിരിച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ചിങ് ലൈനിൽ കൂടി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊരു കോഡ് സെറ്റിൻ്റെ ടോപ്പാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്